ഹായ് ഓൾ, പുതിയൊരു കേക്ക് വ്ലോഗ് കാണാം. ഇന്ന് നമുക്ക് ഒരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. ഏറ്റവും താഴത്തെ ടയറാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണത്. ഇതൊരു ഡമ്മിയാണ്. നമ്മൾ 1.5 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈസ് വന്നിട്ട്. അത്യാവശ്യം ഹൈറ്റുള്ള ഡമ്മിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിതിൻ്റെ മുകളിൽ എപ്പോഴും ഞാനൊരു വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ബോട്ടിൽ തൽക്കാലം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ തെന്നി പോവില്ല, നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ ഒന്നുകൂടെ ഈസിയാണ് കേട്ടോ. മുകളിലെ ഭാഗം നമുക്ക് എന്തായാലും ബോട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ. സൈഡിൽ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് അത്യാവശ്യം വെയിറ്റ് വരും. അപ്പോൾ പിന്നെ തെന്നി പോണൊരു പ്രശ്നം വരില്ല. മുകളിലുള്ള 2 കേക്കാണ് ഒറിജിനൽ കേക്ക് വന്നിട്ട്. ഇതാണ് നമുക്ക് 6 ഇഞ്ചിൽ ചെയ്ത കേക്ക്. 6 ഇഞ്ചിലും 4 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. 1.5 കിലോ ആണ് കേട്ടോ കേക്കിൻ്റെ വെയിറ്റ്. നമ്മൾ 5 ലെയേഴ്സായിട്ടാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ആ ഒരു ഏറ്റവും ബോട്ടം ടയറിൽ വന്ന ഡമ്മിയും ഈ ഒരു കേക്കിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് സെയിം ആയിരുന്നു കേട്ടോ 3 കേക്കിൻ്റെ വന്നിട്ട്. ഇനി ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ചെറിയൊരു ഡമ്മി കൊടുക്കാനുള്ളത്. ഇത് നമ്മൾ 4 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡമ്മി അത്യാവശ്യം ഹൈറ്റ് ഇല്ല, എന്നുവെച്ചാൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുള്ളത് 5 ഇഞ്ചിലാണ്. ഈ ഒരു കേക്ക് നമുക്ക് 4 ഇഞ്ചിലാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 2 കേക്കിൻ്റെയും ഇടയിൽ വരുന്ന ഗ്യാപ്പിലേക്ക് എടുത്ത ഡമ്മി നമ്മൾ തെർമോക്കോളിൻ്റെ ഒരു പീസ് അത് 5 ഇഞ്ചിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഗോൾഡൻ റിബണ് ഷോപ്പിൽ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം നമ്മൾ ഒപ്പനക്കൊക്കെ നമ്മൾ വൈറ്റ് തുണിയിൽ ഒട്ടിച്ച് കൊടുക്കൂലേ, അതുപോലത്തെ ഒരു ഷീറ്റ് ഫാൻസി കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരൊറ്റ ലെയറേ തെർമോക്കോൾ പീസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈനൽ ലുക്ക് നോക്കിയപ്പോൾ തീരെ ഗ്യാപ്പ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ടൈമിൽ ഞാൻ ഒരു ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഇല്ല കേട്ടോ. ആ ടൈമിൽ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് എൻ്റെ വർക്കൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ഡമ്മി കേക്ക്. അതിൽ നമ്മൾ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ഡിസൈൻ കൊടുത്തതാണ്. പിന്നെ കുറച്ച് ഗോൾഡൻ ലീഫും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ലെയർ വെച്ച ഡമ്മിയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ അത് മാറ്റിയിട്ട് ഞാൻ ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്യാപ്പും അത്യാവശ്യം ഭംഗിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ 1.5 കിലോയിൽ ചെയ്ത കേക്ക്. ഇതിപ്പോൾ 1.5 കിലോനൊന്നല്ല കേട്ടോ, ഇതിപ്പോൾ ഒരു 1.25 കിലോനുണ്ട്. ഒരു 1.750 ഉണ്ടായിരുന്നു കേട്ടോ ടോട്ടൽ വെയിറ്റ്. ബ്രൈഡിൻ്റെ ഡ്രസ്സ് പിങ്കും അതുപോലെ റാണി പിങ്കും കൂടിയാണ് മിക്സ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ വേണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഗ്യാപ്പ് ഫിൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടയർ ഒന്നുകൂടി എക്സ്ട്രാ വെച്ചത്. കേക്കായിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ബ്രൈഡിൻ്റെ എൻട്രിയാണ്. അപ്പോൾ ഒരുപാട് ടൈം ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും അവർ കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു ടൈം ആയിട്ടില്ല. ഇനി നമ്മൾ ഇവരെ ഫാമിലിയൊക്കെ ഫുഡ് കഴിച്ച് തിരിച്ച് വന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കേക്ക് അവിടെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അവർ സെറ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല. തിരിച്ച് റിട്ടേൺ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. അടുത്ത ദിവസം നമുക്ക് കേക്ക് കൊടുക്കാനുണ്ട്. ഒരു കേക്കിൻ്റെ സെറ്റ് നമ്മൾ കേക്കും അതുപോലെ പേസ്ട്രി പോലെ നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. അതുപോലെ കപ്പ് കേക്കും പോപ്സും ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ട് ഞാൻ ഒന്നിച്ചാണ് ഇവിടെ ബാറ്റർ റെഡിയാക്കുന്നത്. 2.5 കിലോൻ്റെ ബാറ്ററാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത് ഒരുമിച്ച്. 2.5 കിലോക്ക് ഞാൻ 10 മുട്ട യൂസ് ചെയ്തിട്ടുള്ള സ്പഞ്ചാണ് റെഡിയാക്കണത്. എനിക്കിവിടെ 1 കിലോൻ്റെ ഒരു ടോൾ കേക്കും 1.5 കിലോൻ്റെ ഒരു സ്ക്വയർ കേക്കും ചെയ്യാണ്ട്, പിന്നെ നമുക്ക് 4 കപ്പ് കേക്കും 3 പോപ്സും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ 2 കേക്കും നമുക്ക് വനിലയാണ് സ്പഞ്ച് റെഡിയാക്കാനുള്ളതുകൊണ്ട് ഒന്നിച്ചാണ് കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്ക്വയർ മോൾഡിലാണ് 8 ഇഞ്ചാണ് അതിൻ്റെ സൈസ് വന്നിട്ട്, അതിലാണ് നമ്മൾ സ്ക്വയർ കേക്ക് ചെയ്യണത്. ടോൾ കേക്ക് ചെയ്യണത് 6 ഇഞ്ചിലാണ്. ബാക്കി നമ്മൾ വരുന്ന ബാറ്റർ 7 ഇഞ്ചിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് പോപ്സിനും അതുപോലെ കപ്പ് കേക്കിനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഒരുമിച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളെടുത്ത് 1.5 കിലോ ആണ് സ്ക്വയർ കേക്ക് വന്നിട്ട്. കപ്പ് കേക്ക് ഞാനങ്ങനെ കപ്പിലല്ല ഞാൻ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കാറ്. ഞാൻ ഇതുപോലെ തന്നെ സ്പഞ്ച് റെഡിയാക്കിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഒരുമിച്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്ത് ഈ ഒരു ടൈമിലൊക്കെ വീട്ടിൽ അനിയത്തിയും താത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ ചെല്ലാൻ പറഞ്ഞ് ഇങ്ങനെ വിളിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ഓർഡേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇതിട്ട് പോകാന്നുള്ളത് ബുദ്ധിമുട്ടാണ്.
പിന്നെ വീട്ടിലെ എല്ലാ ഐറ്റംസായിട്ട് അവിടേക്ക് പോകുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ കേക്ക് ഉണ്ടാക്കാൻ മടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഞാനിത് ക്രം കോട്ട് ചെയ്യണത്. അടുത്ത ദിവസം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കൊടുക്കാനുള്ളതിൻ്റെ തലേന്നല്ല, അതിൻ്റെ തലേന്ന് രാത്രിയാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. രാവിലെ എണീറ്റ് നമ്മൾ ബേക്കിങ്ങും ക്രം കോട്ടിങ്ങും ഫൈനൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒന്നും കൂടി ഈസി ആക്കാനാണ് രാത്രി കിടന്നപ്പോഴേ ഞാൻ ബേക്കിങ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ രാവിലെ നേരത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് അത് ക്രം കോട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. 8 ഇഞ്ചിലുള്ള കേക്ക് നമ്മൾ 4 ലെയേഴ്സായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് 1.5 കിലോൻ്റെ മുകളിൽ വരും. നമ്മൾ 6 ഇഞ്ചിലുള്ള കേക്ക് നമ്മൾ 5 ലെയേഴ്സായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കേക്ക് നമുക്ക് കട്ട് പീസായിട്ട് കൊടുക്കാനുള്ളതാണ്. മോഡലൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു ടോൾ കേക്ക് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ്, സ്ക്വയർ കേക്ക് നമുക്ക് വാനിലയാണ്. അപ്പോൾ ഇത് നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് ആഡ് ചെയ്യണില്ല. അതിൻ്റെ നമ്മൾ ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. ഫില്ലിംഗ് ആയിട്ട് വാനിലയ്ക്ക് ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യാറില്ല. ഇതിൻ്റെ ഫ്രണ്ടിനുള്ള കേക്കാണ് കേട്ടോ. എൻ്റെ +2 ഫ്രണ്ടിനുള്ളതാണ്. അപ്പോൾ അവളെ മോൾക്കുള്ള കേക്കാണ്. സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് അവൾ ഓർഡർ തന്നതായിരുന്നു. മോളുടെ ഡ്രസ്സ് ഒരു ലൈറ്റ് ബ്ലൂ അതുപോലെ വൈറ്റ് ഇതുപോലെയാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളറിന് മാച്ചായിട്ടുള്ള ഡിസൈനാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ. ഈ ഒരു കേക്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല വെയിറ്റ് കൂടിയതുകൊണ്ട് ഞാനിപ്പോൾ 4 ലെയേഴ്സ് വെച്ചിട്ട് ഓൾറെഡി കേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് നോക്കിയപ്പോൾ തന്നെ 1,700 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് കൂടി ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 കിലോൻ്റെ അടുത്താവും. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊരു ലെയർ എന്തായാലും റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ എല്ലാ കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ പോകണം. തിരിച്ച് വന്നിട്ടേ ഞാനിത് ഫൈനൽ കോട്ട് ചെയ്യുള്ളൂ കേട്ടോ. എന്തായാലും അവിടെ പോയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോയപ്പോഴേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് ഫൈനൽ കോട്ട് ഇനി വീട്ടിൽ പോയി തിരിച്ച് വന്ന് നൈറ്റിൽ വേണം നമുക്ക് ചെയ്യാൻ. അങ്ങനെ ഹെവി വർക്കും ഫൗണ്ടൻ വർക്കും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള കേക്കാണ്. നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചുള്ള ഡിസൈനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടിയും വരുമ്പോൾ ഇതിപ്പോൾ ശനി ഞായർ ലീവിൽ വന്നതാണ്. പക്ഷേ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു കേക്കിൻ്റെ ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പം ഇവിടെ എല്ലാവരും എത്തി. അവരൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചെന്നപ്പോക്കിന്. അപ്പോൾ നമ്മളെ കണ്ടിട്ട് താത്ത ആകെ അന്തം വിട്ട് നോക്കുകയാണ്. കാരണം നമ്മളങ്ങനെ വലിയ പരിചയമില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസമായിക്കണ് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട്. അങ്ങനെ എല്ലാവരും നല്ല വിശപ്പായതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മജ്ബൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് താത്തയാണ് കേട്ടോ വിളമ്പണത്. അപ്പോൾ ഒരുമിച്ച് നമുക്ക് താഴെ വട്ടത്തിലിരുന്ന് കഴിക്കാമെന്നാണ് കേട്ടോ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. അങ്ങനെ നമ്മൾ വിളമ്പിയിട്ട് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വിളമ്പിയിട്ടുണ്ടായിരുന്നു. താഴെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുമിച്ച് വട്ടത്തിലിരുന്നിട്ടാണ് കഴിച്ചിട്ടുള്ളത്. കുറേ ആയിട്ടോ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ വൈകിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് റിട്ടേൺ പോന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ലേറ്റായ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ക്രം കോട്ടിങ് ചെയ്തതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ വലിയൊരു സമാധാനമില്ല കേട്ടോ. കാരണം എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇനി അടുത്ത ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നമുക്ക് ഉറക്കമൊക്കെ കണക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു 7 മണിയായപ്പോൾ തന്നെ ഞാനും മക്കളും കൂടിയും തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ലൈറ്റ് ബ്ലൂ ആണ് വേണ്ടത്. പക്ഷേ നമ്മൾ വൈറ്റ് ക്രീമിലാണ് ഫ്രോസ്റ്റ് ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലൂ കളറിലുള്ള ക്രീം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണേ ഉള്ളൂ. ആ ഒരു ടച്ച് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഇതിൽ ആഡ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അത് ഈ ഒരു കേക്കിൻ്റെ വർക്ക് നമ്മൾ സിമ്പിളായിട്ടാണെന്ന് പറഞ്ഞല്ലോ, ഫ്ലവേഴ്സ് വെക്കാനുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് കേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് അടുത്ത കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ആ മുകളിലത്തെ ഒരു കേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്കും നമ്മളടുത്ത് മോഡലൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അവിടെ വരുന്ന അവർക്ക്. അപ്പോൾ ഞാൻ ആ ഒരു ബ്ലൂ ക്രീം കൊടുത്തിട്ട് തന്നെ ഇതും ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത കേക്കിൻ്റെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് സെയിം അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്.
ഇനി ജസ്റ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് രണ്ടും നമ്മൾ ആ ലാസ്റ്റ് എടുത്ത ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ കപ്പ് കേക്ക് സെറ്റ് ചെയ്യണത്. ഞാനിവിടെ എക്സ്ട്രാ 2 ലെയർ കേക്ക് ചെയ്തിട്ടുണ്ട് സ്പഞ്ച്. പക്ഷേ ഇതുള്ളതുകൊണ്ട് പിന്നെ ഇത് ഓൾറെഡി നമ്മൾ വെറ്റ് ചെയ്തതും ക്രീം ചെയ്തതൊക്കെയാണ്, അതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ 4 കപ്പ് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡെക്കറേഷനാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കേക്കിൽ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഏറ്റവും ടെൻഷനുള്ള കാര്യം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കേക്ക് ലാസ്റ്റ് ആ ഒരു എഴുത്തുകൊണ്ട് ചിലപ്പോൾ ആ കേക്കിൻ്റെ ഭംഗി പോകാറുണ്ട്. ഇതിപ്പോൾ നിർബന്ധമുള്ള കേക്കാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്ത് വെക്കാറുള്ളത്. ഇതിൽ ഇനി ഫോണ്ടിൻ്റെ വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്രീം വെച്ച് എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഒരു കേക്ക് എത്ര പീസായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നും അവൾ പറഞ്ഞിട്ടില്ല. നമ്മളൊരു ഐഡിയ പോലെ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 24 പീസായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് ഒരേ സൈസിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കട്ട് പീസ് ചെയ്ത കേക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് വലിയ ഭംഗി ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുകളിൽ കുറച്ച് വൈറ്റ് ഷുഗർ ബീഡ്സാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ക്വയർ കേക്കിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ് കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ പോപ്സ് ഉണ്ടാക്കാൻ മറന്ന കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും പാക്കിങ്ങും കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യാമെന്നുള്ളത്. പോപ്സിൻ്റെ കാര്യം ഞാൻ മറന്നുപോയതാണ്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൻ്റെ ടൈമിൽ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് പോപ്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. 3 പോപ്സാണ് കേട്ടോ നമുക്ക് ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ ആ ബാക്കി വന്ന സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഞാൻ പോപ്സ് ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ വൈറ്റ് ചോക്ലേറ്റിൽ നമ്മളൊരു ഡ്രോപ്പ് നമ്മൾ ബ്ലൂ കളർ ആഡ് ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയത്.